നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വീണ്ടും ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല പത്മകുമാർ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പരാമർശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാടാകെ ഏറ്റെടുത്ത വിഷയമായതുകൊണ്ടാണ് താൻ അഭിപ്രായം പറഞ്ഞതെന്നും പുറത്തു വന്ന കാര്യങ്ങൾ വെച്ച് രാജി മാത്രം പോരാ എന്നാണ് തന്റെ അഭിപ്രായമെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ അറസ്റ്റിലായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ പാർട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനിടെയാണ് ഇത്തരത്തിൽ നിർണായകമായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും കൂടി അദ്ദേഹം പരാമർശിച്ചത്. ശബരിമല വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമായി ഇതിനെ കരുതുന്നില്ലെന്നും പ്രതികളെ രാഷ്ട്രീയം നോക്കിയല്ല CPM നിലപാടെടുക്കുന്നതുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല. പാർട്ടി നൽകിയ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും സത്യങ്ങൾ പുറത്തുവരും. പത്മകുമാർ ഇപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല. വിധി വരുന്നതുവരെ കാത്തിരിക്കണം. പാർട്ടിക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ആ ഒരു വിഷയത്തിൽ കുറ്റാരോപിതൻ മാത്രമായിരുന്നു. പക്ഷേ രാഹുൽ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ പത്മകുമാറിന്റെ വിഷയം വന്നപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹം കുറ്റാരോപിതനാണ്, കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടില്ല, വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്നാണ്. അത് ഇതിൽ നിന്ന് തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമെന്ന നിഗമനവും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പാർട്ടിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നും കേസ് ചാർജ് ചെയ്യപ്പെടുന്നതോടെ അവസാന വാക്കായിട്ടില്ലെന്നും കുറ്റക്കാരാണെന്ന് വിധിക്കും വരെ ജുഡീഷ്യൽ സംവിധാനത്തെ അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കുറ്റപത്രം സമർപ്പിച്ച് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. കോടതി റിമാൻഡ് ചെയ്താൽ മാത്രം കുറ്റക്കാരനായില്ല. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വന്നുവെന്ന് മാത്രം. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമലയിൽ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചു പിടിക്കണമെന്നതാണ് പാർട്ടി നയമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് രാഷ്ട്രീയ പ്രവർത്തകരെ ഒഴിവാക്കി കേരളം മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും പത്മകുമാർ കുറ്റാരോപിതനാണ്, കുറ്റക്കാരനാണ് തെളിഞ്ഞിട്ടില്ല. വിധി വരുന്നതുവരെ മറ്റ് വെപ്രാളം കാണിക്കരുതെന്നതടക്കമുള്ള നിലപാട് സ്വീകരിക്കുന്നവർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ രാജിവെക്കണം, അല്ലെങ്കിൽ രാഹുലും കുറ്റാരോപിതൻ മാത്രമായിരുന്നു, പരാതിക്കാരികളില്ല, പരാതികളൊന്നുമില്ല, അപ്പോൾ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ, ഒന്നും തെളിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തവർ എന്തുകൊണ്ട് പത്മകുമാറിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നതിവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് MV ഗോവിന്ദന്റെ മറുപടി: രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാടാകെ ഏറ്റെടുത്ത വിഷയമായതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞതെന്നും പുറത്തു വന്ന കാര്യങ്ങൾ വെച്ച് രാജി മാത്രം പോരെന്നാണ് അഭിപ്രായം എന്നുമായിരുന്നു MV ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് MV ഗോവിന്ദൻ നടത്തിയ ചില പ്രതികരണങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി കോൺഗ്രസുകാരുൾപ്പെടെ കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട കാര്യമായിരുന്നു എന്നാണ് MV ഗോവിന്ദൻ നേരത്തെ പ്രതികരിച്ചത്. ആര് വിചാരിച്ചാലും രാഹുലിനെ സംരക്ഷിക്കാൻ പറ്റില്ല. പെരുമഴ പോലെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വേറെ ആരുടെ ഇതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്നുമായിരുന്നു MV ഗോവിന്ദൻ അന്ന് പ്രതികരിച്ചത്. കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. സസ്പെൻഷനിലൂടെ പ്രശ്നം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു സംഭവം അപൂർവമാണ്. ക്രിമിനൽ വാസനയോടെ നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനം. ഇതിനെതിരായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനം ഒറ്റക്കെട്ടായി പ്രതികരിച്ചു. എന്താണ് കോൺഗ്രസുകാർ എടുക്കുന്ന നിലപാടെന്നാണ് ജനം ഉറ്റുനോക്കുന്നതെന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. മാത്രമല്ല, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിരുന്നു. അതിരൂക്ഷ വിമർശനമായിരുന്നു അദ്ദേഹം നടത്തിയത്. അത്തരമൊരു കാര്യം മറ്റുള്ള കാര്യങ്ങളുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള താരതമ്യം ഉണ്ടാകുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാലും ഇല്ലെങ്കിലും തങ്ങൾക്കൊരു ഗുണവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, യുവതികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ അകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകും. ജനങ്ങളെല്ലാം പ്രതിഷേധത്തിലാണ്. കോൺഗ്രസ് പ്രതിരോധിച്ചാൽ പ്രതിരോധിക്കട്ടെ എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള പ്രതികരണം നടത്തുന്നതിനിടയിലായിരുന്നു MV ഗോവിന്ദൻ ഈ ഒരു
പ്രസ്താവന നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പേരിലുണ്ടായ വിവാദം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും എന്നാൽ അത് പറയാൻ തങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്ക് നിയമപരമായ അവകാശമില്ല എന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ജനങ്ങൾ നൽകുന്നതാണ് MLA സ്ഥാനം. ഇത്തരം പല കേസുകളിൽപ്പെട്ട MLAമാർ നിലവിൽ നിയമസഭയിലുണ്ട്. ഇതിനേക്കാൾ ഗുരുതരമായ ബലാത്സംഗ കേസുകൾ പ്രതികളായവരും നിയമസഭയിലുണ്ട്. അവരാരും രാജിവെച്ചിട്ടില്ല എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു. അതേസമയം രാഹുലിനെതിരെ വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പരാതി പരമ്പരകളാണെന്നും കേട്ടതിനേക്കാൾ ഇനിയും കേൾക്കാനുണ്ടെന്നും മഞ്ഞുമലയുടെ നേരിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ രാഹുലിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തിനെതിരായ നടപടി പോലും കോൺഗ്രസ് ഒത്തുകളിയാണെന്നുമായിരുന്നു MV ഗോവിന്ദന്റെ ആരോപണം. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമാണെന്നും കേരളത്തിലെ കോൺഗ്രസ് ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്നും രാഹുലിന്റെ സസ്പെൻഷൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു MV ഗോവിന്ദൻ നേരത്തെ വിഷയത്തിൽ നടത്തിയത്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത മാനസികാവസ്ഥയാണ്. ഒരു പത്രപ്രവർത്തക ലോകത്തോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇതിവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല, ഇനിയും തെളിവുകൾ വരും എന്നതടക്കമുള്ള ഒരു നിലപാട് പ്രതികരണമൊക്കെ MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ നേരത്തെ നടത്തിയതും ഏറെ ശ്രദ്ധേയമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ CPM തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനുമെല്ലാം CPM സജ്ജമാണ്. പാർട്ടിക്ക് ഒരു ഭയവുമില്ല. ജനങ്ങളുടെ വികാരം എതിരായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നായിരുന്നു MV ഗോവിന്ദൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത്. CPM എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ട്. CPMനെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂട്ടിലാക്കാനും അപവാദ പ്രചരണം നടത്താനും ശ്രമിച്ചിട്ടും ഒരു തരത്തിലും വീക്ഷണപരമായി കാണുന്നില്ല. CPM തങ്ങളുടെ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ MLA ആയി തുടരുന്നതിലോ തങ്ങൾക്ക് എന്താണ് കാര്യമെന്നും MV ഗോവിന്ദന്റെ ചോദ്യം. ഇവന്റെ തെറ്റായ പ്രവണതയ്ക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണങ്ങൾക്ക് CPM എന്തിനും മറുപടി പറയണം. അവസാനം ഞങ്ങൾ പ്രതിയായോ? പറഞ്ഞു മാധ്യമങ്ങൾ തങ്ങളെ പ്രതിയാക്കുകയാണെന്നും MV ഗോവിന്ദൻ ചോദിച്ചിരുന്നു. രാഹുൽ രാജിവെച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇതിനോടകം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എന്തിന് KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്കുൾപ്പെടെ രാഹുൽ രാജിവെച്ചാലും ഇല്ലെങ്കിൽ CPMന് യാതൊരു രാഷ്ട്രീയ ഗുണവുമില്ല. രാഹുൽ രാജിവെക്കാതെ നിയമസഭയിലേക്ക് വന്നാൽ അതെല്ലാം അപ്പോൾ തന്നെ കാണാമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനോട് KPCC അടക്കമുള്ളവർ വിശദീകരണം തേടിയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. രാഹുലിൽ നിന്ന് ദുരനുഭവമുണ്ടായിരുന്ന യുവനടി റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ വെളിപ്പെടുത്തലിനൊപ്പം പല കോണിൽ നിന്ന് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ അത് ആരോപണങ്ങൾ മാത്രമായിട്ട് കുറ്റാരോപിതൻ എന്ന നിലയിൽ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായിരുന്നത്. ഒരു പരാതിയോ പരാതിക്കാരിയോ ഇല്ലാത്ത ഒരു കൂട്ടം പരാതികൾ. അപ്പോൾ അത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഷയത്തിൽ രാഹുൽ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യം CPM വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു. പക്ഷെ പിന്നീട് അയയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പത്മകുമാറും കുറ്റാരോപിതൻ മാത്രമാണ് എന്നാണ് പാർട്ടിയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.